ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയാണ്. അനന്തരവൻ അഭിഷേക് ബാനർജിയെ പിൻഗാമിയായി പ്രഖ്യാപിച്ച മമതാ ബാനർജിയുടെ നടപടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. പ്രചാരണ പോസ്റ്ററുകളിൽ അഭിഷേക് ബാനർജിയുടെ ഫോട്ടോ വെക്കണമെന്ന മമതാ ബാനർജിയുടെ നിർദ്ദേശം മഹുവ മൊയ്ത്ര തള്ളിക്കളഞ്ഞത് പാർട്ടിയിൽ പുതിയ ചേരിതിരിവുണ്ടാക്കിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിയുടെ പിൻഗാമിയാര്? അനന്തരവൻ അഭിഷേക് ബാനർജി. മമതാ ബാനർജി തന്നെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ മമതയ്ക്കുള്ള പ്രതിച്ഛായ അഭിഷേക് ബാനർജിക്കില്ല. അഴിമതി ആരോപണങ്ങൾ നിരവധിയുണ്ട്. അഭിഷേകിന്റെ വിശ്വസ്തരായ പാർത്ഥ ചാറ്റർജി, ജ്യോതിപ്രിയ മാലിക്, അനുപ്രത മണ്ഡൽ തുടങ്ങിയ നേതാക്കളെല്ലാം അഴിമതി കേസുകളിൽ കുടുങ്ങി ഇപ്പോൾ ജയിലിലാണ്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പാർത്ഥ ഇപ്പോൾ ജയിലിലാണ്. അതുപോലെ ഭക്ഷ്യവിതരണത്തിൻ്റെ കാര്യത്തിൽ റേഷൻ അഴിമതിയിൽ ആ മന്ത്രി ഇപ്പോൾ ജയിലിലാണ്. വേറൊരു തൃണമൂലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുപ്രത മണ്ഡൽ കന്നുകാലിക്കള്ളക്കടത്തിൽ ജയിലിലാണ്. അപ്പോൾ അഴിമതി വ്യാപകമാണ്. അഴിമതിക്കാരനായ അഭിഷേക് ബാനർജിയല്ല, തീപ്പൊരി നേതാവായ മഹുവ മൊയ്ത്രയായിരിക്കണം മമതയുടെ പിൻഗാമിയെന്ന് ആഗ്രഹിക്കുന്നവർ തൃണമൂൽ കോൺഗ്രസിൽ നിരവധിയുണ്ട്. തൃണമൂൽ സ്ഥാനാർത്ഥികളുടെ എല്ലാ പോസ്റ്ററുകളിലും അഭിഷേക് ബാനർജിയുടെ ഫോട്ടോ നിർബന്ധമായും വെക്കണമെന്ന് മമതാ ബാനർജി കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നിർദ്ദേശം ലംഘിച്ച് അഭിഷേക് ബാനർജി ഇല്ലാത്ത പ്രചാരണ പോസ്റ്ററുകൾ ഇറക്കി മഹുവ മൊയ്ത്ര തിരിച്ചടിച്ചു. അഭിഷേക് ബാനർജിയുടെ ഫോട്ടോയുള്ള പുതിയ ബാനർ മഹുവ മൊയ്ത്രയുടെ വീടിന് മുന്നിൽ കെട്ടിയാണ് തൃണമൂൽ കോൺഗ്രസിലെ എതിർവിഭാഗം മറുപടി നൽകിയത്. തന്റെ പിൻഗാമി അനന്തരവൻ അഭിഷേക് ബാനർജിയാണെന്ന് മമതാ ബാനർജി വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ അഭിഷേക് ബാനർജിക്കെതിരെ പാർട്ടിക്കകത്ത് പടയൊരുക്കം ശക്തമാണ്. മമതയുടെ യഥാർത്ഥ പിൻഗാമി മഹുവ മൊയ്ത്രയാണെന്ന് ഒരു വിഭാഗം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നു. പാർട്ടിക്കകത്തെ അധികാര തർക്കങ്ങൾ പ്രചാരണ രംഗത്തും പ്രകടമാണ്. കൃഷ്ണനഗറിൽ നിന്ന് ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം കെ രാജേന്ദ്രൻ.